എന്നെ സ്നേഹിപ്പാൻ, എന്നെ കരുതുവാൻ, എനിക്ക് സ്വന്തം എന്ന് പറയുവാൻ, എൻ്റെ എല്ലാമായി എൻ്റെ കർത്താവ് ഉണ്ട് എന്നുള്ള ധൈര്യത്തോടെ നമുക്കൊരുമിച്ച് ഇന്ന് രാത്രി ഈ പാട്ട് പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. സ്വന്തം നീയൻ പക്ഷം നീറും വേളകൾ ആഴിയും ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക് ചൂരച്ചെടിയിൻ കീഴിലും നിൻ സാന്നിധ്യമരുളും നാഥനേ നീയൻ സ്വന്തം നീയൻ പക്ഷം നീറും വേളകളിൽ ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താൽ എന്നാവ് വരളുമ്പോൾ ഹാഗാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവൻ ആത്മദാഹം തീർത്തിടും. ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താലെന്നാവു വരളുമ്പോൾ ഹാഗാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവൻ ആത്മദാഹം തീർത്തിടും. നീയൻ സ്വന്തം നീയൻ പക്ഷം നീറും വേളകൾ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക് ചതഞ്ഞോടെയൊടിക്കാത്തവൻ പുകയുന്ന തിരിയെ കെടുത്താത്തവൻ വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ വിടുതലിൻ ദൈവം എൻ്റെ യേശു. ചതഞ്ഞോടെയൊടിക്കാത്തവൻ പുകയുന്ന തിരിയെ കെടുത്താത്തവൻ വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ വിടുതലിൻ ദൈവം എൻ്റെ യേശു. നീയൻ സ്വന്തം നീയൻ പക്ഷം നീറും വേളകൾ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്
ചോരച്ചെടിയും കീഴിലും നിൻ സാന്നിധ്യമരുളും നാഥനേ, നീയൻ സ്വന്തം, നീയൻ പക്ഷം നീറും വേളകളിൽ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം നൽകി തന്ന നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് വചനത്തിന് മുൻപാകെ ആയിരിക്കുമ്പോൾ ദൈവവചനത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് അല്പമായി ചിന്തിക്കുവാനാകുന്നു ഇന്ന് ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 66 മുതൽ 68 വരെയുള്ളതായ വാക്യങ്ങൾ വായിച്ചു കൊള്ളട്ടെ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 66 മുതൽ 68 വരെയുള്ളതായ വാക്യങ്ങൾ. അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. ആകയാൽ യേശു 12 നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കൽ ഉണ്ട്. ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കൽ ഉണ്ട്. ഈ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം പഠിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു 5 അപ്പവും 2 മീനും എടുത്ത് ആയിരക്കണക്കിന് ആളുകളെ തീറ്റിപ്പോറ്റിയതായിട്ടുള്ള വിഷയങ്ങൾ, ആ ഭാഗങ്ങൾ കഴിഞ്ഞതിന് ശേഷം ദൈവവചനത്തിന്റെ പ്രത്യേകതകൾ വളരെ കൃത്യമായി പറയുന്നതായിട്ടുള്ള ഒരു അധ്യായമാണ് 6-ാമത്തെ അധ്യായം. എന്നിട്ട് ആ അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടും യേശുവിന്റെ ശിഷ്യന്മാരിൽ പലരും, എന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തലന്മാരല്ല, മറ്റ് ചില ആളുകൾ, 70 പേരുണ്ടായിരുന്നു, മറ്റു പല ആളുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ സമയാസമയങ്ങളിൽ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വിട്ടുപോകുന്നതായിട്ടുള്ളൊരു പതിവ് കർത്താവ് മനസ്സിലാക്കി. അപ്പോഴാണ് കർത്താവ് ഈ ചോദ്യം ചോദിക്കുന്നത്. 12 തിരിഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്കും വിട്ടുപോകുവാൻ മനസ്സുണ്ടോ എന്ന് വെച്ചാൽ ഇതുവരെ എന്നോടുകൂടെ ആയിരുന്നവരൊക്കെ പോയപ്പോൾ നിങ്ങൾക്കും പോകുവാൻ സാഹചര്യമുണ്ട്, പക്ഷേ പോകുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് ശിമോൻ പത്രോസ് പറഞ്ഞതായിട്ടുള്ള വാക്കാണ് നമ്മളിപ്പോൾ വായിച്ച് കേട്ടത്. ശിമോൻ പത്രോസ് എല്ലായ്പ്പോഴും തന്നെ ഒരു എടുത്തുചാട്ടക്കാരനാണ്. നമ്മൾ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞാൽ തന്നെയും വ്യക്തമായ ഉത്തരം നൽകുവാൻ പ്രാപ്തനായ ഒരു വ്യക്തിയായിരുന്നു ശിമോൻ പത്രോസ്. പണ്ടൊരിക്കൽ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടിയായി ശിമോൻ പത്രോസ് പറഞ്ഞതായിട്ടുള്ള ആ മറുപടി വളരെ പ്രസക്തമാണ്. ചോദ്യം മറ്റൊന്നുമല്ല, എന്നെ അല്ലെങ്കിൽ മനുഷ്യപുത്രനെ ആരെന്ന് ലോകം പറയുന്നു. പിന്നെ ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിലും വിധേയത്വത്തിലും ശിമോൻ പത്രോസ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. അപ്പോൾ യേശുക്രിസ്തു ആരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയതായിട്ടുള്ള ശിമോൻ പത്രോസ് ഇവിടെയും അതുപോലെ വളരെ പ്രാധാന്യത്തോടെ ഒരു പ്രസ്താവിക്കുകയാണ്. എന്താണ് വായിച്ചത്? ഞങ്ങൾ എവിടേക്ക് പോകണം? ഞങ്ങൾ ആരുടെ അടുക്കൽ പോകണം? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. എന്ന് വെച്ചാൽ മറ്റെവിടെയും പോകുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. കാരണം അവിടെ പോയാൽ കിട്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ നിന്റെ പക്കൽ ഉണ്ട് എന്ന് തിരിച്ചറിയുവാൻ അവർക്ക് സാധിക്കുന്നു. അപ്പൊ നമ്മൾ ഓർക്കണം, ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇതിന്റെ പശ്ചാത്തലം ഞാൻ ഓർമ്മപ്പെടുത്തി. അതിന്റെ 63-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവായ യേശുക്രിസ്തു ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ആ കാര്യങ്ങൾ
അന്വർത്ഥമായി അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള ശിഷ്യന്മാരിൽ ശിമോൻ പത്രോസ് ആണ് പറയുന്നത്, ഞങ്ങൾ എവിടേക്കും പോകുകയില്ല, നിത്യജീവന്റെ മൊഴികൾ, നിത്യജീവന്റെ വചനം നിന്റെ പക്കലുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ദൈവവചനത്തിന്റെ പ്രാധാന്യം നമ്മളിവിടെ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് ആ വചനത്തിന്റെ പ്രത്യേകതകളാണ് നമ്മൾ അല്പമായിട്ട് പങ്കുവെക്കുവാനായിട്ട്, ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 2 തീമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ പരിചയമുള്ളൊരു വാക്യമാണ്, നമുക്കറിയാമല്ലോ. അവിടെ ഇങ്ങനെ വായിക്കുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതും ആകുന്നു. ദൈവവചനത്തിന്റെ പ്രത്യേകത ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. എന്താണ്? ദൈവവചനം ദൈവശ്വാസീയമാണ്. All the scriptures are inspired by God. ദൈവത്തിൽ നിന്ന് വന്നതായിട്ടുള്ള വാക്കുകൾ. ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മപ്പെടുത്തി, ദൈവവചനം എന്ന് പറയുന്നത് ദൈവമാണ്. അതുകൊണ്ടാണ് അതിന് ജീവനുള്ളത്. അതുകൊണ്ടാണ് ആത്മാവും ജീവനുമാണെന്ന് യേശു കർത്താവ് പറയുന്നത്. വചനത്തിന്റെ പ്രാധാന്യം നമ്മളിവിടെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ദൈവവചനം ഒരു വ്യക്തിയെ എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ദൈവമക്കൾക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആധാരം ദൈവത്തിന്റെ വചനമാണ്. ഈ വചനം അടച്ചു വെച്ചുകൊണ്ട്, വചനം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഉപദേശമില്ല. നമുക്കറിയാം, ഇന്ന് കൂണ് മുളയ്ക്കുന്നത് പോലെ സഭകൾ ഉണ്ടാകുന്നുണ്ട്. ഒത്തിരി സഭകൾ ഉണ്ടാകും. അവരെല്ലാവരും ഈ വചനമാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ തന്നെയും അതിന്റെ വ്യത്യസ്തമായ തലങ്ങളിലേക്ക് വേറെ ആംഗിളിലൂടെ അവർ ചിന്തിച്ച് അതിനെ മാറ്റിമറിക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് നമ്മൾ വായിച്ചത് എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. ഇത് ഏത് ആത്മാവിനാൽ എഴുതിയോ അതേ ആത്മാവിൽ വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ മാത്രമാണ് അതിന്റെ അർത്ഥം മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ ഇന്ന് സംഭവിക്കുന്ന പരാജയം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവവചനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. അവനവൻ ഇഷ്ടമുള്ളതുപോലെ ദൈവവചനത്തെ വളച്ചൊടിക്കുകയാണ്. വചനത്തിന്റെ ചില ഭാഗങ്ങൾ വായിക്കും, വചനത്തിന്റെ ചില ഭാഗങ്ങൾ വിട്ടുകളയും. എന്നാൽ നമുക്കറിയാം, 66 പുസ്തകങ്ങൾ അടങ്ങിയതായിട്ടുള്ള ഈ വേദപുസ്തകം നമുക്ക് മാറ്റി നിർത്തുവാൻ കഴിയുകയില്ല. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വായിച്ചല്ലോ, എല്ലാ കാര്യങ്ങൾക്കും എന്തിന് പ്രയോജനമുള്ളതാണ്. എന്തിനാണെന്നറിയാമോ? അവൻ സകലത്തിലും സൽപ്രവൃത്തികളിൽ തികഞ്ഞവനാകുവാനായിട്ട് ദൈവവചനം നമ്മളെ പ്രാപ്തരാക്കുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് തിരുവചനത്തിന്റെ ചില പ്രത്യേകതകൾ ഒന്ന് ഓടിച്ച് ചിന്തിക്കുവാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒന്നാമതായിട്ട് ഈ 2 തീമോഥെയോസ് തന്നെ 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, നീയോ ആരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്ക. ഇവിടെ യുവാവായ തീമോഥെയോസിനോട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, തിരുവചനം ഒന്നാമതായി ചെയ്യുന്ന കാര്യം എന്താണ്? ഒരു മനുഷ്യന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് ഏത് തരത്തിലാണ്? ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, തിരുവചനം ഒരു മനുഷ്യന് രക്ഷയ്ക്ക് അവനെ ജ്ഞാനിയാക്കുന്നു എന്നാണ്. അതായത് യേശുക്രിസ്തുവിൽ കൂടെ ലഭ്യമാകുന്ന രക്ഷ എന്തെന്ന് അവനെ ബോധ്യപ്പെടുത്തുന്നത് ദൈവവചനമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ലേ? അപ്പൊ ദൈവവചനം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്താ ചെയ്യുന്നത്? അവന് യേശു രക്ഷകനാണെന്ന ബോധ്യം വരുത്തുകയാണ്. കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവ് വന്നിട്ട് എന്താ ചെയ്യുന്നത് എന്ന് യോഹന്നാൻ 14, 15, 16 അധ്യായങ്ങളിൽ കൃത്യമായി പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. കാര്യസ്ഥൻ എന്ന വാക്കാണ് അവിടെ പറയുന്നത്. എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ വരുമ്പോൾ എന്നിട്ട് പറയുന്നത് എങ്ങനെയാണ്? അവൻ വന്ന് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും എന്ന് നമ്മൾ വായിക്കുന്നു. അതേ, മനുഷ്യ ജീവിതങ്ങളിൽ യേശു എന്ന ഏക രക്ഷകൻ അവന്റെ പാപത്തിന് പരിഹാരകനായി ഒരിക്കൽ കാലസമ്പൂർണതയിൽ ഈ ലോകത്തിൽ ജനിച്ച്
കന്യകയുടെ മകനായി ജനിച്ച് കാൽവറിയോളം യാത്ര ചെയ്ത് കാൽവറി കൊലമരത്തിൽ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടായിരിക്കുന്ന ആ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഏത് പാപിയായ മനുഷ്യനും രക്ഷയുണ്ട് എന്ന വസ്തുത വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമം ഇല്ല. യേശുക്രിസ്തു ഏക മധ്യസ്ഥൻ. എന്നിട്ട് വായിക്കുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. ആരാണ്? തന്നെത്താൻ മറുവിലയായി തീർന്ന ക്രിസ്തുവേശു തന്നെ. അതുകൊണ്ട് യേശുക്രിസ്തുവാണ് ഏക രക്ഷകനെന്ന് ഒരുവന്റെ ജീവിതത്തിലേക്ക്, ഒരുവന്റെ ഉള്ളിലേക്ക് ക്രിയ ചെയ്യുന്നത് പരിശുദ്ധാത്മാവിലൂടെ വചനത്താലാണ്. വചനമാണ് നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. വചനം നീതിയുള്ള വചനമാണ്. വചനമാണ് പഠിപ്പിക്കുന്നത്, നീ പാപിയാണ്, നിനക്കൊരു രക്ഷകൻ ആവശ്യമാണ്, നിനക്കൊരു രക്ഷകൻ ഉണ്ട്. ആ രക്ഷകൻ ഇതാ ഈ കാണുന്ന യേശു കർത്താവാണ്. അതുകൊണ്ട് ദൈവവചനത്തിൽ കൂടെ വിരൽ ചൂണ്ടി കാണിക്കുന്നത് ഏകരക്ഷകനായിരിക്കുന്ന യേശുക്രിസ്തുവിനെയാണ്. അതുകൊണ്ട് ദൈവവചനം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും പര്യാപ്തമായിട്ട് പ്രാപിക്കുവാൻ കഴിയുന്ന തരത്തിൽ രക്ഷ എന്ന അനുഗ്രഹം യേശുക്രിസ്തുവിൽ കൂടെ സൗജന്യമായി ലഭിക്കുന്നതിന് കാരണമായി തീരുന്നത് ദൈവവചനമാണ്. അത് പരിശുദ്ധാത്മാവിലൂടെയാണ് ഇടപെടുന്നത് എന്ന വസ്തുത നമ്മൾ ഓർക്കേണ്ടതും ഏറ്റവും ആവശ്യം. ഒന്നാമതായി ഞാൻ പറയുവാൻ ശ്രമിച്ചത്, മനുഷ്യനെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്ന വ്യക്തമായിട്ടുള്ള തെളിവ് സഹിതം യേശു രക്ഷകനെന്ന് തെളിയിക്കുന്ന ഈ വേദപുസ്തകം, അതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവനെ രക്ഷയിലേക്ക് നയിക്കുന്നത്. അവനെ രക്ഷയിലേക്ക് നയിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ടാണ് കൃത്യമായി പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഈ വചനം നീ കേട്ട നാൾ മുതൽ നീ മനസ്സിലാക്കിയപ്പോൾ അത് നിന്റെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ നീ അത് ബാല്യം മുതൽ അറിഞ്ഞതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്ക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഈ വചനം പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ നിത്യജീവന്റെ വചനമാണ്. അത് വ്യക്തമായി കേൾക്കുവാനായിട്ട് സാധിക്കുന്ന അനുഭവം, അത് പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്ന അനുഭവം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിൽ കൂടെ യേശു രക്ഷകനെന്ന് അനുഭവിച്ചറിയുവാൻ വേദപുസ്തകം നമുക്ക് കാരണമായി തീർന്നെങ്കിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് റോമാലേഖനം അതിന്റെ 10-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. റോമാലേഖനം 10-ാം അധ്യായം 17-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്ന്. അതായത് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, ഒന്ന് ഞാൻ പറഞ്ഞു, അവനെ രക്ഷയ്ക്ക് കാരണമാക്കുന്നത് ദൈവവചനമാണ്. രണ്ട്, നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഒരു വിശ്വാസിക്ക്, ഒരു ദൈവവൈതലിന് അവന്റെ വിശ്വാസം അങ്കുരിക്കുന്നത്, അവന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസം അങ്കുരിക്കുന്നത് തിരുവചന കേൾവിയിലൂടെയാണ്. അതാണ് പറഞ്ഞത്, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവവചനത്താലും വരുന്നുവെന്ന്. അപ്പൊ ചിന്തിച്ചു നോക്കിയേ, നമ്മളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അതിന് കാരണമായിരിക്കുന്നത് ദൈവവചനമാണ്. അപ്പോൾ ദൈവവചനം കേൾക്കുന്നില്ലെങ്കിൽ, ദൈവവചനം മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ, കേൾക്കുവാൻ അവസരം ലഭിക്കുന്നില്ലെങ്കിൽ ഒരുവനിൽ വിശ്വാസം എങ്ങനെ വരും? വിശ്വസിക്കാതെ എങ്ങനെ രക്ഷിക്കപ്പെടുവാൻ സാധിക്കും? ഇതാണ് റോമാലേഖനത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഞാൻ പറയുവാൻ ശ്രമിച്ചത്, നമ്മളിൽ വിശ്വാസം അങ്കുരിപ്പിക്കുന്നത്, വിശ്വാസം വിത്തുപൊട്ടി മുളയ്ക്കുന്നത് ദൈവവചനത്തിൽ കൂടെയാണ്. ഈ നാളുകളിൽ നമുക്ക് അങ്ങനെ പറയുവാൻ കഴിയുമോ? ദൈവവചനം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ട്, അത് വിത്തുപൊട്ടി മുളച്ച് അത് ഫലം കായ്ക്കുന്ന അനുഭവത്തിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പറയുവാൻ കഴിയണമെങ്കിൽ നാം ദൈവവചനം കേൾക്കണം. അതുകൊണ്ട് യാക്കോബ് തന്റെ ലേഖനത്തിൽ ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്യം വളരെ ശ്രദ്ധേയമാണ്. കേൾപ്പാൻ വേഗതയും പറയുവാൻ താമസവും ഉണ്ടാകട്ടെ. എന്ത് കേൾക്കണം, എന്ത് പറയണം? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓർക്കുവാൻ, കേൾക്കുവാൻ, മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ദൈവവചനം കേൾക്കുന്നതിന്, വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് ഇടയാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് വിശ്വാസം ദൈവവചന കേൾവിയാൽ ലഭിക്കുന്നു എന്നോർത്ത് ദൈവവചനത്തിൽ കൂടെ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സാധിക്കട്ടെ. നമ്മുടെ വിശ്വാസം എത്രത്തോളമുണ്ട്?
ഏത് ലെവലിൽ നമ്മുടെ വിശ്വാസം നിൽക്കുന്നു എന്നുള്ളത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ വചനം വിശ്വാസത്തിലൂടെ വളർന്നു വരുവാനായിട്ട് കഴിയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. മൂന്നാമതായിട്ട് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 20:32 ഇവിടെ വായിക്കുന്നു, നിങ്ങൾക്ക് ആത്മിക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു എന്ന്. ദൈവവചനം ഒരുവനിൽ, രണ്ടാമത്തെ ചിന്ത ഞാൻ പറഞ്ഞു, ഒന്ന് അവനിൽ രക്ഷയ്ക്ക് അവനെ ജ്ഞാനിയാക്കുന്നു. 2 വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. 3 ഇവിടെ പറയുന്നത് അറിയാമോ, ഒരു ആത്മീക വർധനവ് ലഭിക്കുന്നത് ദൈവവചനത്തിൽ കൂടെയാണ്. എന്ന് വെച്ചാൽ അനുദിനമുള്ള ക്രമീകൃതമായിട്ടുള്ള ആഹാരക്രമത്തിലൂടെ ഒരു ശിശു, ഒരു കുഞ്ഞ് എപ്രകാരം ശാരീരികമായി വളരുന്നുവോ അതുപോലെ തന്നെ ഒരുവൻ തിരുവചനത്തെ ക്രമീകൃതമായി ആഹരിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഭക്ഷിക്കുന്നതിലൂടെ ആത്മീകമായി വളരുന്നു. യോഹന്നാൻ 6-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾക്ക് ഈ വചനം ജീവൻ തരുന്നതാണ്. നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് അല്ലേ? എന്താണ്? നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഒരു വളർച്ചയുണ്ടോ? ആത്മീക ജീവിതത്തിൽ നമ്മൾ വളരുന്നുണ്ടോ? അതോ ജനിച്ച അന്നത്തെ പോലെ ഇന്നും ആയിരിക്കുകയാണോ? ഞാൻ പറഞ്ഞത്, ഒരു ആത്മീക ശൈശവ അവസ്ഥയിൽ ആയിരിക്കുന്നെങ്കിൽ അതിൽ നിന്നൊരു വ്യത്യാസം ആവശ്യമാണ്, ഒരു ഉയർച്ച ആവശ്യമാണ്, ഒരു വളർച്ച ആവശ്യമാണ്. നമുക്കറിയാം, ഒരു വൃക്ഷത്തയ്യ്, ഒരു ചെറിയ ചെടി നമ്മൾ നട്ടാൽ നാം അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ദിവസം തോറും അത് വളരണമെന്നും വളർന്ന് അത് ഫലം കായ്ക്കണം എന്നുള്ളതാണ്. അല്ലാതെ വൃക്ഷത്തൈ നട്ടേച്ച് പിന്നെ ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞ് ഫലം ഇങ്ങ് തന്നേക്ക് എന്ന് പറഞ്ഞ് ചെല്ലുന്നതായിട്ടുള്ള അനുഭവമായിട്ടല്ല. പിന്നെയോ ഒരു തൈ നട്ടു കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന വളവും വെള്ളവും എല്ലാ പോഷകങ്ങളും നൽകി അതിനെ വളർത്തുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ആത്മീക വളർച്ചയിൽ നമ്മൾ മുന്നേറുന്നുണ്ടോ? ഇന്ന് പാരമ്പര്യം പറയാനായിട്ടാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്കുണ്ടാകാം. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, ദൈവവചനമെന്ന ആ അപ്പം തിന്നുകൊണ്ട് നമ്മൾ പരിപോഷിക്കപ്പെടുന്നുണ്ടോ? ഇന്നലെ ഞാൻ ഓർമ്മപ്പെടുത്തി, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, എന്ന് വെച്ചാൽ ലോകപ്രകാരമുള്ള അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വചനത്താലും ജീവിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓർത്തു. അപ്പോൾ ദൈവവചനം ഒരുവന്റെ ജീവിതത്തിൽ ക്രമീകൃതമായിട്ട് അതത് പടിപടിയായിട്ട് വളർച്ചയ്ക്ക് കാരണമാകുവാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ, ആത്മീക ജീവിതത്തിൽ ക്രിസ്തു എന്ന തലയോളം വളരുവാനായിട്ട് നമുക്ക് കഴിയണമെങ്കിൽ ഒരു ആത്മീക വളർച്ച ആവശ്യമാണ്. ഒരു ആത്മീക ജീവൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ, വിശ്വാസത്തിൽ ഈ വചനം ഭക്ഷിച്ച് വളർന്ന് വർദ്ധിക്കുവാൻ ഇടയാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ആ ഒരു ചിന്ത എപ്പോഴും ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറയുകയാണ്, നിങ്ങൾ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിക്കാം. വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കണം. നമ്മള് ഇബ്രാഹിം ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കാനുള്ള കാലം കഴിഞ്ഞു, എന്നാൽ ഇന്നും നിങ്ങൾക്ക് കട്ടിയുള്ള ആഹാരം പറ്റുകയില്ല, പാലത്രേ ആവശ്യമായിരിക്കുന്നു എന്ന് പറയുന്നു. എന്താ അവിടെ കാണുന്നത്? ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇത് നമ്മള് ആത്മീക ജീവിതത്തിന്റെ അവസ്ഥയൊന്ന് ഒരു ഗ്രാഫിലൂടെ നമ്മളൊന്ന് പഠിച്ചു നോക്കിയാൽ, ഇന്ന് എത്ര വിശ്വാസികൾ, മറ്റുള്ളവരെ നമുക്ക് വിലയിരുത്തുവാൻ എളുപ്പമായിരിക്കാം, എന്നാൽ ഞാനും നിങ്ങളും എത്രത്തോളം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വളരുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്? ആത്മീയ വളർച്ച പ്രാപിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ വർഷത്തേക്കാൾ ഉപരിയായി ഇന്ന് ഈ വർഷങ്ങളിൽ നമുക്ക് വിശ്വാസം വർദ്ധിച്ചോ? ആത്മീയമായി വളർന്നോ? മുൻപോട്ട് എത്ര നാൾ നമ്മൾ ആയിരിക്കും ആർക്കും ഒരു പിടിയില്ല. എപ്പോഴാ പോകുന്നതെന്ന് അറിയത്തില്ല. ഒരു നാൾ ഈ ഭൂമിയിൽ നിന്ന് എല്ലാവരും പോകേണ്ടവരാണ്. എന്നാൽ അതിന് പോകുന്നതിന് മുമ്പ് നമ്മൾ വളർന്നിട്ടുണ്ടെന്നൊരു ഉറപ്പ് വരുത്തിയിട്ട് വേണം പോകാൻ, കേട്ടോ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നേ? ആത്മീക മുരടിപ്പ്, ആത്മീക വളർച്ചയല്ല വിളർച്ച പലപ്പോഴും ബാധിച്ചിട്ടുണ്ട് എന്ന വസ്തുത നമ്മൾ ഓർക്കണം. ഞാൻ വളരെ തുറന്നു പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വിഷയം ഇതാ,
ഇന്ന് ക്രൈസ്തവ സഭകളിൽ പോലും ദൈവവചനത്തിൽ കൂടെയുള്ള ആത്മിക വളർച്ച കുറഞ്ഞു. അത് മാറിക്കൊണ്ടിരിക്കുകയാ. ഇന്ന് പല മാനുഷിക കൽപ്പനകൾക്കും, മാനുഷിക ഉല്ലാസങ്ങൾക്കും, മാനുഷികമായിട്ടുള്ള ആഘോഷങ്ങൾക്കും, ദുരാചാരങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത് മനുഷ്യന്റെ ആത്മീകത തണുത്തുപോയിക്കൊണ്ടിരിക്കുകയാണ്, മുരടിച്ചു പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ ഞാൻ പറയട്ടെ, ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ആത്മീകമായി വളരുവാനായിട്ടുള്ളതായ ഒന്നാണ്. അതിനുള്ള ആഹാരമാണ്. അത് പാലായിട്ട് ഉപയോഗിക്കുന്നു, അത് കട്ടിയുള്ള അല്ലെങ്കിൽ അപ്പമായിട്ട് ഉപയോഗിക്കുന്നു. ഇതെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് ഓർക്കുവാൻ കഴിയുന്നത്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ക്രമീകൃതമായി അടുക്കും ചിട്ടയോടും കൂടിയുള്ളതായ വചന പഠനത്തിലൂടെ എൻ്റെ ആത്മിക വർധനവ് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ദിനംതോറും പരിശോധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നാലാമതായിട്ട് 2 തിമോഥെയോസ് 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തി, വായിച്ചല്ലോ ആദ്യം തന്നെ. അവിടെ പറഞ്ഞെന്താണ്? ഒരു മനുഷ്യനെ പൂർണ്ണനാക്കുന്നതിലും ദൈവവചനത്തിന് മുഖ്യ പങ്കുണ്ടെന്ന് അതിനർത്ഥം. ഒരു മനുഷ്യനെ പൂർണ്ണനാക്കുക. നമുക്കറിയാം, ഒരു ശിശു ജനിച്ച് പാല് കുടിച്ചു വളർന്ന് വന്ന് പ്രായമാകുന്നതനുസരിച്ച് പാൽ ഉപേക്ഷിച്ച്, എന്ന് വെച്ചാൽ കട്ടിയുള്ള ആഹാരം കൊടുത്ത് അവൻ തനിയെ നടക്കുവാൻ തുടങ്ങി. അവൻ വേണ്ടുന്നതെല്ലാം ചെയ്ത് സ്വയമായി സാഹചര്യങ്ങൾ എല്ലാം അനുകൂലമാക്കി അവന്റെ ദിനചര്യകളെല്ലാം ചെയ്ത് വളർച്ച പ്രാപിച്ച് മുന്നോട്ട് വന്ന് അവൻ പിന്നെ വളർന്ന് മുന്നോട്ട് പോകുന്നു, ജോലിയാകുന്നു, കുടുംബമാകുന്നു, തലമുറകളാകുന്നു. അങ്ങനെ മുന്നോട്ട് പോയി അവനൊരു പരിപക്വതയിലേക്ക് എത്തുന്ന, പരിപൂർണതയിലേക്ക് എത്തുന്ന ഒരു പുരുഷനായി, ഒരു സ്ത്രീയായിട്ട് മാറുകയാണ്. ഇവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ദൈവവചനം മനുഷ്യന്റെ കുറവുകൾ കാണിച്ചു തരുന്ന ഒരു നല്ല കണ്ണാടിയാണ്. എന്നാൽ ആ കുറവുകൾ നികത്തി നന്നായി ജീവിക്കേണ്ട ചുമതല നമുക്കുണ്ട് എന്ന് പരിശോധിക്കണം. ഈ കുറവുകൾ പരിഹരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ പൂർണ്ണതയിലേക്ക് പോകത്തുള്ളൂ. ദൈവവചനമായ കണ്ണാടിയിൽ നോക്കിയാൽ മാത്രമേ നമ്മുടെ കുറവുകൾ കാണുവാൻ കഴിയത്തുള്ളൂ. സൗന്ദര്യ വർധനവിനായി എത്രയോ സമയമാണ് ഓരോരുത്തർ കണ്ണാടിയുടെ മുൻപിൽ ചെലവഴിക്കുന്നത്. എന്നാൽ നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ മുൻപിൽ ഒരു കണ്ണാടിയുണ്ട്, അത് ദൈവവചനമാ. ആ വചനത്തിലേക്ക് നോക്കുന്നത് ആരാണോ അവർക്ക് മാത്രമേ അവരെ കാണുവാൻ കഴിയുകയുള്ളൂ. അവരുടെ ആത്മീക വളർച്ച, ആത്മീക ജീവിതം വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. നമ്മൾ അങ്ങനെ കണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വളർച്ച വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ കഴിയുമോ? ഉണ്ടെങ്കിൽ അത് നമ്മളെ പൂർണ്ണതയിലേക്ക് നയിക്കും കേട്ടോ. നാം ഇന്നതാകും എന്ന് ദൈവജനം പറയുന്നു, പക്ഷേ നമ്മൾ ആ അവസ്ഥയിൽ എത്തിയിട്ടില്ല. നമ്മൾ പൂർണ്ണരാകുന്നത്, പൂർണ്ണതയിൽ എത്തുന്നത് യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവില. പക്ഷേ അതുവരെയുള്ള യാത്രയിൽ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? ദൈവമേ, കർത്താവേ, എനിക്ക് ആ പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടണം, എത്തപ്പെടണം. അപ്പോൾ പൂർണ്ണതയിലേക്കുള്ള യാത്ര വഴിയിലാണ് ഞാനും നിങ്ങളുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വചനം നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ ചൂണ്ടിക്കാണിച്ച് നമ്മെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നു എന്ന് തിരിച്ചറിയണം. ഇന്ന് എത്രത്തോളം ദൈവവചനത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട്, ദൈവവചനത്തിൽ ആയിരുന്നുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ കാണുവാൻ സാധിക്കുന്നു. ഇന്ന് നമ്മുടെ 2 കണ്ണുകൊണ്ട് നമ്മൾ എത്രയോ ആളുകളെ ശ്രദ്ധിക്കുന്നു. അതേപോലെ തന്നെ ആയിരക്കണക്കിന് കണ്ണുകൾ നമ്മെ കാണുന്നു എന്നുള്ളത് നമ്മൾ മറന്നുപോകാറുണ്ട്. ആകയാൽ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കും. കർത്താവ് ആഗ്രഹിച്ചത് അത് തന്നെയായിരുന്നു, അല്ലേ? അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ദൈവവചനം പഠിച്ച് ദൈവജനത്തിലേക്ക് നോക്കി കുറവുകളെ കണ്ടുമുട്ടി രൂപാന്തരം പ്രാപിപ്പാനായിട്ട്, വളർച്ചയിലൂടെ പൂർണ്ണതയിലേക്ക് എത്തുവാനായിട്ട് ഇടയായി തീരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കൂടുതൽ ഒരു വാക്യം കൊണ്ട് പറഞ്ഞ് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുക. യോഹന്നാന്റെ സുവിശേഷം തന്നെ 5-ാം അധ്യായം അതിന്റെ 39-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 39-ാമത്തെ വാക്യം. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, 5:39, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. അപ്പൊ നമ്മൾ അതിന്റെ 24-ാം വാക്യം കൂടെ ഞാൻ വായിക്കാം. 24, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. അവൻ ന്യായവിധിയിൽ ആകാതെ
മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ എന്താണ് ഒടുവിൽ പറയുന്നത്? തിരുവെഴുത്തുകളിൽ നിങ്ങൾക്ക് എന്തുണ്ട്? നിത്യജീവൻ ഉണ്ടെന്നാണ്. എന്ന് വെച്ചാൽ നിത്യജീവനെ അവകാശമാക്കുന്നതിന് നമ്മെ സഹായിക്കുന്നു ദൈവവചനം. നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ, വചനം ജഡമായി ധരിച്ച യേശുക്രിസ്തുവിൽ കൂടെയുള്ള നിത്യ ജീവനും നിത്യജീവിതവും നിത്യവാസവും വചനത്തിൽ കൂടെ ലഭ്യമാകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. നമുക്കറിയാം, യേശു കർത്താവിനെ സ്വീകരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിനോടുകൂടെ യുഗായുഗം വാഴുവാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ലോകത്തിൽ കുറച്ചു നാളുകൾ മാത്രം ജീവിക്കുന്നു, എന്നാൽ നിത്യത മുഴുവൻ ചെലവഴിക്കുന്നത് ഈ യേശു കർത്താവിനോടൊപ്പമാണ്. അവിടെ നമുക്ക് അങ്ങനെ പറയുവാൻ കഴിയുമോ? എൻ്റെ ജീവിതം ക്രിസ്തുവിൽ ആരംഭിച്ചു, ക്രിസ്തുവിൽ തുടരുന്നു, അത് നിത്യതയോളം നിലനിൽക്കും, തുടരും എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അപ്പൊ ഞാൻ പറയുവാനായിട്ട് ശ്രമിച്ചത്, നിത്യതയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് ആവശ്യമാണ്. താൽക്കാലിക സുഖങ്ങളോ താൽക്കാലിക ജീവിതത്തെക്കുറിച്ചുള്ള പ്രാധാന്യമോ അല്ല, നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. അതാണ് പത്രോസ് ഇവിടെ പറഞ്ഞത്. ശിമോൻ പത്രോസ് പറയുകയാണ്, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കൽ ഉണ്ട്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നവർക്ക് നിത്യജീവന്റെ ഉടമയായിരിക്കുന്ന ആ യേശു കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട്, ആ യേശു കർത്താവിന്റെ വകയായി ജീവിക്കുവാനായിട്ട് കർത്താവ് നമ്മെ മാടി വിളിക്കുകയാണ്. ആ കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ നമുക്ക് താല്പര്യമുണ്ടോ? എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കുമെന്ന് കർത്താവ് പറഞ്ഞുവെങ്കിൽ, പഠിപ്പിച്ചുവെങ്കിൽ, ദൈവവചനമാകുന്ന അപ്പം നമ്മൾ ഭക്ഷിക്കുമ്പോൾ, ക്രിസ്തുവിനെ നമ്മൾ ഭക്ഷിക്കുമ്പോൾ, ക്രിസ്തുവിൽ കൂടെ എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കുന്നു എന്ന്. അങ്ങനെ കർത്താവിനോട് ചേർന്ന് ജീവിച്ച് നിത്യതയിലും അവനോടൊപ്പം ആയിരിക്കാൻ, നമ്മുടെ ഈ ലോക ജീവിതം ക്രമപ്പെടുത്തുവാൻ, ക്രമീകൃതമായി വളർന്ന് പന്തലിക്കുന്ന അനുഭവത്തിലേക്ക് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിന് ഈ ദൈവവചനം 119-ാം സങ്കീർത്തനത്തിൽ പറയുന്ന എല്ലാ പ്രത്യേകതകളും നിറഞ്ഞതായിട്ടുള്ള ഈ സങ്കീർത്തനം, ഈ വേദപുസ്തകം, ഈ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ അർത്ഥപൂർണമായി തീരട്ടെ. ഈ വചനം നമ്മുടെ ആഹാരമാണ്, ആത്മീക ജീവന്റെ ജീവനാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിപ്പാൻ സാധിക്കട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ വചനത്തെ നമ്മുടെ ഉള്ളിൽ സംഗ്രഹിപ്പാൻ, ഉള്ളിൽ സ്വീകരിപ്പാൻ, കയ്യിൽ കൊണ്ടേന്തുവാനായി, കൊണ്ടു നടക്കുവാനായിട്ട്, ഇതിന്റെ സാക്ഷിയായി നിലനിൽക്കുവാൻ ഇടയാകട്ടെ. പ്രിയമുള്ളവരെ, ഈ വേദപുസ്തകം എടുത്ത് ഇറങ്ങിയതായിട്ടുള്ള ഒരു വ്യക്തി പോലും ലജ്ജിച്ചു പോയിട്ടില്ല എന്ന് ഓർക്കണം. ഈ വേദപുസ്തകത്തെ എടുത്തവരെ ദൈവം ചുമക്കും, ദൈവം വഹിക്കും, അതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ദൈവവചനം ജീവനുള്ളതാണ്. ആ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ 5 ചിന്തകളാണ് പങ്കുവെക്കുവാനായിട്ട് ശ്രമിച്ചത്. ദൈവവചനം നമുക്ക് ഒന്ന് ജീവന് അല്ലെങ്കിൽ രക്ഷയ്ക്ക് നമുക്ക് കാരണമാകുന്നുണ്ട്. 2, വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വചനം കാരണമായി തീരുന്നു. 3, ആത്മീകമായി വളരുന്നതിന് ദൈവവചനം കാരണമായി തീരുന്നു. 4, ഞാൻ പറഞ്ഞത്, ഒരു മനുഷ്യനെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന, പൂർണ്ണനാക്കുന്ന ഒന്ന് ദൈവവചനമാണ്. മാത്രമല്ല, നിത്യജീവന് കാരണമായി തീർന്നിരിക്കുന്നത്, നിത്യജീവൻ നൽകുന്നത്, നിത്യജീവൻ ലഭിക്കുന്നത് യേശു ക്രിസ്തുവാകുന്ന വചനത്തിൽ കൂടെയാണ്. അതുകൊണ്ട് വചനം പഠിക്കുവാൻ, വചനം ധ്യാനിപ്പാൻ, വചനത്തിൽ ആശ്രയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നിന്റെ വചനം ഭക്ഷിച്ച് ഞാൻ തൃപ്തനായിരിക്കുന്നു എന്ന് 119-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഓർമ്മപ്പെടുത്തുന്നത് പോലെ വചനം പഠിക്കുവാൻ, വചനം ധ്യാനിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇടയാക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിറവിലും നിയന്ത്രണത്തിലും ദൈവവചനം വായിച്ച് പഠിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കേട്ട, ചിന്തിച്ച വചനത്തിന് മുൻപാകെ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.